നമസ്കാരം. 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വർ തനിക്കെതിരെയുള്ള സൈബർ പരിഹാസങ്ങൾക്ക് മറുപടിയുമായി രംഗത്ത്. താൻ ജയിലിൽ കീഴടങ്ങുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ലെന്നും ആരോഗ്യപരമായ കാരണങ്ങളാലാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിപ്പോർട്ടർ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് രാഹുൽ ഈശ്വർ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. 5 ദിവസം ഭക്ഷണവും 4 ദിവസം വെള്ളവും ഉപേക്ഷിച്ച് താൻ ഗാന്ധിയൻ രീതിയിൽ പ്രതിഷേധിച്ചു. എന്നാൽ ജലപാനം നടത്താതിരിക്കുന്നത് വൃക്കകളെ ബാധിക്കുമെന്ന ഡോക്ടർമാരുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നിരാഹാരം നിർത്തിയത്. മകൻ യാഗിനെക്കുറിച്ചുള്ള ഒരു ദുസ്വപ്നം തന്നെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ പരാതികളിൽ കുടുങ്ങുന്ന പുരുഷന്മാരെ സംരക്ഷിക്കാൻ ഒരു മെൻസ് കമ്മീഷൻ അനിവാര്യമാണെന്ന് രാഹുൽ വാദിച്ചു. നമ്മുടെ മക്കളും സഹോദരന്മാരും ഒരു വ്യാജ പരാതിയുടെ അകലത്തിൽ മാത്രമാണ് ജയിലിലേക്ക് പോകുന്നത്. ഇതിന് ഒരു നിയമപരമായ ചെക്ക് ആൻഡ് ബാലൻസ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജയിലിൽ വെച്ച് താൻ പരിചയപ്പെട്ട 4 യുവാക്കൾ നിരപരാധികളാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം താൻ ഏറ്റെടുക്കുമെന്നും രാഹുൽ പ്രഖ്യാപിച്ചു. പോക്സോ കേസുകളിൽ കുടുങ്ങിയ ഇവർക്ക് വേണ്ടി അഭിഭാഷകരെ ഏർപ്പാടാക്കി കഴിഞ്ഞതായി അദ്ദേഹം അറിയിച്ചു. താൻ പറയുന്നത് സത്യമായതുകൊണ്ടാണ് ശബരിമല കേസിൽ സുപ്രീം കോടതി വിധി മാറിയതെന്നും ഈ സത്യം വരും തലമുറയിലെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണെന്നും പറഞ്ഞാണ് അദ്ദേഹം അഭിമുഖം അവസാനിപ്പിച്ചത്. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇങ്ങനെ: രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ സംസാരിച്ച രാഹുൽ ഈശ്വർ 16 ദിവസം ജയിലിൽ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ ആ കേസിൽ ഇതുവരെ ജയിലിൽ പോയിട്ടുമില്ല. ശ്രീ ദിലീപിന് വേണ്ടി, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി, ശ്രീ സിദ്ദിഖിന് വേണ്ടി, ശ്രീ വിജയബാബുവിന് വേണ്ടി, അങ്ങനെ വ്യാജ പരാതികൾ നേരിടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ 2 ആൺകുട്ടികൾ വളർന്നു വരുന്നത് കൊണ്ടാണ്. നാളെ അവർക്കെതിരെ വ്യാജ പരാതി വന്നാൽ വേറെ ആരും കാണില്ല. നമ്മുടെ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ പത്രത്തിന്റെ പേര് പറയുന്നില്ല. പ്രമുഖ പത്രത്തിന്റെ അടക്കമുള്ള ആൾക്കാരുടെ ജീവിതവും കരിയറും വ്യാജ പരാതികളിൽ തകർന്നതാണ്. എൻ്റെ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം കൂടി ഞാൻ പെട്ടെന്ന് പറയാം. കമ്മ്യൂണിസ്റ്റ് MLA ആയ ശ്രീ മുകേഷിനെതിരെ വ്യാജ പരാതിയാണ് വന്നതെന്ന് ഇന്ന് ആർക്കും തർക്കമില്ലല്ലോ. കാര്യം, ആ സ്ത്രീ മറ്റ് 11 പേർക്കെതിരെ പരാതി കൊടുത്തു. കോടതി പരാമർശങ്ങൾ മുകേഷിന് അനുകൂലമാണ്. ശ്രീ മുകേഷിനെതിരെ പരാതി വരുമ്പോൾ കോൺഗ്രസും BJPയും എണ്ണീറ്റ് നിന്ന് പറയണം, നമ്മുടെ മുകേഷ് അല്ലേ, അയാളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ വേട്ടയാടരുതെന്ന്. നാളെ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ച് വ്യാജ പരാതി, അതും അനുകൂലമായ കോടതി പരാമർശങ്ങൾ, ഹൈക്കോടതി പരാമർശങ്ങൾ വെച്ചാണ് പറയുന്നത്. ശ്രീ എൽദോസിനെതിരെ വ്യാജ പരാതിയാണ്. നമ്മൾ മലയാളി സമൂഹം ദിലീപിനോട് അനീതിയാണ് ചെയ്തത്. ദിലീപ്, അദ്ദേഹത്തിന്റെ അമ്മ, ഭാര്യ, 2 പെൺമക്കൾ, അവർക്കും ജീവിതമില്ലേ? കോടതി വിധി അനുകൂലമായി വരും. കാര്യം, എൻ്റെ മകൻ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ മകൻ, ഞാൻ എല്ലാ മീഡിയക്കാരോടും പറഞ്ഞതാണ്, മകൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ, മകൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ടീച്ചർ ക്ലാസ്സിൽ എത്തിക്സ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, കൂടെയുള്ളവനോട് അനീതി ചെയ്യുമ്പോൾ നിങ്ങൾ അത് ചോദ്യം ചെയ്യണം. യാഗ് എന്നാണ് മോൻ്റെ പേര്. യാഗിൻ്റെ അച്ഛനെ പോലെ എനിക്ക് കിട്ടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണത്. എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞാനും ഒരു 6 മാസം മുൻപ് ഭയങ്കര അടിയായിരുന്നു. ഒരു പ്രമുഖ ചാനലിലിരുന്ന ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും സ്ലോ പോയിസൺ എന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. അർണാബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിലെ പോയിസൺ, രാഹുൽ ഈശ്വർ കേരളത്തിലെ സ്ലോ പോയിസൺ. ഞങ്ങൾ കൂട്ടുകാരൊന്നുമല്ല. പുരുഷ കമ്മീഷന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എതിർത്തതും. പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ എതിർത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എൻ്റെ കയ്യിലുള്ള പുരുഷ കമ്മീഷൻ ബില്ലിനെ ഫെബ്രുവരിയിൽ അനുമതി കിട്ടിയതാണ്. അപ്പോൾ ആ കാര്യം അവതരിപ്പിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ നാട്ടുകാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടവും ദിലീപും ഒക്കെ പൈസ തന്നിട്ടാണ് രാഹുൽ സഹായിക്കുന്നത് എന്നാണെന്നും രാഹുൽ പറഞ്ഞു. ഞാൻ വളരെ ബഹുമാനത്തോടെ പറയുകയാണ്, ഒരു MLAക്ക് കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യം നല്ല ജീവിത സാഹചര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ തവണ ഞാൻ നിരാഹാരം കിടന്നപ്പോൾ ഒരു മാധ്യമങ്ങളും സപ്പോർട്ടില്ലായിരുന്നു. ഒടുവിൽ സുപ്രീം കോടതി വിധി മാറി. ഞങ്ങൾ പറയുന്നത് സത്യമായതുകൊണ്ടാണ് അത് മാറിയത്. രാഹുൽ അകത്ത് ഇത്ര ദിവസം കിടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പോലീസുകാർ പോലും വിചാരിച്ചില്ല. പോലീസുകാർ വിചാരിച്ചത് ഇലക്ഷൻ കഴിയുന്നവരെയോ അല്ലെങ്കിൽ 3-4 ദിവസമോ എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലാപ്ടോപ്പ് ഓഫീസിലാണെന്ന് പറഞ്ഞ് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നതാണ്. ശബരിമല കേസിൽ പോലീസുകാർ ലാപ്ടോപ്പ് എടുത്തുകൊണ്ടുപോയി. എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ അതിൻ്റെ സ്ക്രീൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. 10-14 ലക്ഷം രൂപ എനിക്ക് ചിലവായി. ഇത്രയൊന്നും സീരിയസ് ആകും വിഷയമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് കള്ളം പറയില്ല. 100% സത്യം പറയുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വാക്കുകൾക്ക് അമിത മൂർച്ചയോ അഗ്രേഷനോ ഉണ്ടെങ്കിൽ ആ വിമർശനം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റുകളുടെ ജെനുവിനിറ്റി ശ്രദ്ധിക്കണം. ജയിലിൽ ശബരിമല കേസിൽ കിടന്നത് എങ്ങനെയുണ്ടോ അതേ രീതിയിൽ തന്നെയുണ്ട്. ജയിലിൽ കൂടെ നിന്ന പല ആൾക്കാരും എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുന്നവരാണ്. അവർ പറഞ്ഞു ഇത് കള്ളക്കേസുകളാണെന്ന്. നമുക്കൊരു മെക്കാനിസം വേണം. അവിടെയാണ് പുരുഷ കമ്മീഷൻ ബിൽ വേണ്ടതെന്നും രാഹുൽ പറഞ്ഞു.